നമസ്കാരം. സംസ്ഥാനത്തെ +1 പ്രവേശനത്തിന്റെ രണ്ടാമത്തെ അലോട്ട്മെന്റും വന്ന് അതിന്റെ പ്രവേശനം നേടാനുള്ള സമയവും കഴിഞ്ഞു. ഇപ്പോൾ രണ്ട് തരം കുട്ടികളുണ്ട്. ഒന്ന്, ഇതുവരെ ഒരു കോഴ്സിന് പോലും അഡ്മിഷൻ ലഭിക്കാത്തവർ. രണ്ട്, ഇഷ്ടപ്പെട്ട സ്കൂള്, ഇഷ്ടപ്പെട്ട കോമ്പിനേഷന് അഡ്മിഷൻ ലഭിക്കാത്തവർ. ഇവര് ചെറിയ മാനസിക സംഘർഷത്തിലായിരിക്കും. ഇനി വല്ല സാധ്യതയുമുണ്ടോ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഈ രണ്ടാമത്തെ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞപ്പോഴുള്ള ഒരു സ്റ്റാറ്റിക്സ് പറയാം. അതായത് മൊത്തം സീറ്റുകൾ എന്ന് പറയുന്നത് 3,12,574 സീറ്റാണ്. ടോട്ടൽ അലോട്ട്മെന്റ് നടന്നിരിക്കുന്നത് 2,43,155 പേർക്കാണ്. അങ്ങനെ വരുമ്പോൾ ഇനിയുള്ള ഒഴിവുകൾ 75,419 ഒഴിവുകളുണ്ട്. ഈ സെക്കൻഡ് അലോട്ട്മെന്റിൽ ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിച്ചത് 21,887 പേർക്കാണ്. ഇപ്പോൾ നിങ്ങൾ HS ക്യാമ്പിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാവുന്നത് സ്കൂൾ വൈസ് കമ്മ്യൂണിറ്റി ആപ്ലിക്കേഷൻ കിട്ടും. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് കിട്ടും. അതുപോലെ തന്നെ സ്കൂൾ വൈസ് അഡ്മിറ്റഡ് സ്റ്റുഡൻസ് ലിസ്റ്റ് കിട്ടും. ഓരോ സ്കൂളുകളിലും രണ്ടാം അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോൾ ഏതൊക്കെ കുട്ടികൾക്കാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്ന ആ വിവരം കിട്ടും. അത് നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ സ്കൂളുകളിൽ ഇനി എത്രയൊക്കെ സീറ്റുകൾ ഒഴിവുണ്ട് എന്ന വിവരം കിട്ടും. ഇത് കൂടാതെ തന്നെ സെക്കൻഡ് അലോട്ട്മെന്റ് സ്റ്റാറ്റിസ്റ്റിക്സും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് നോക്കിയാലും ഓരോ ജില്ലയിൽ, ഓരോ കമ്മ്യൂണിറ്റിയിൽ ഇനി എത്ര ഒഴിവുകളുണ്ട് തുടങ്ങിയ വിവരങ്ങളെല്ലാം കിട്ടും. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂന്നാമത്തെ അലോട്ട്മെന്റ്, മുഖ്യ അലോട്ട്മെന്റിൽ ഏറ്റവും അവസാനത്തെ അലോട്ട്മെന്റ് പ്രോസസ്സ് മൂന്നാമത്തെ അലോട്ട്മെന്റ് ആണ്. അതിപ്പോൾ പറഞ്ഞിരിക്കുന്നത് 16-ാം തീയതിയാണ്. ഒരു പക്ഷേ ചിലപ്പോൾ 15-ാം തീയതി വൈകിട്ടും വരാൻ സാധ്യതയുണ്ട്. കാരണം 18-ാം തീയതി ക്ലാസ് തുടങ്ങും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ മൂന്നാമത്തെ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടുത്ത വീഡിയോ ഞാൻ പറയും. അപ്പം നിലവിൽ രണ്ടാമത്തെ സ്റ്റാറ്റിക്സ് പ്രകാരം ഏകദേശം 75,419 സീറ്റുകൾ ഒഴിവുണ്ട് എന്നാണ് ആ സ്റ്റാറ്റിക്സിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം മൂന്നാമത്തെ അലോട്ട്മെന്റിൽ ഫില്ല് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മൂന്നാമത്തെ അലോട്ട്മെന്റിന് വേണ്ടി കാത്തിരിക്കുക, നിരാശപ്പെടേണ്ടതില്ല. നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കും. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷനും ഇഷ്ടപ്പെട്ട സ്കൂളും ലഭിക്കാനും ഒക്കെ സാധ്യതകളുണ്ട്. അപ്പോൾ ടെമ്പററി അഡ്മിഷൻ എടുത്ത് ഹയർ ഓപ്ഷന് വേണ്ടി കാത്തിരിക്കുന്നവർ, ഇതുവരെ പ്രവേശനം ലഭിക്കാതെ ശ്രമിക്കുന്നവർ ആരും സങ്കടപ്പെടേണ്ട കാര്യമില്ല. മൂന്നാമത്തെ സാധ്യത കൂടി ഉപയോഗപ്പെടുത്തുക. അതിനുശേഷം അഡ്മിഷൻ ലഭിച്ചവർക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ട സ്കൂളിൽ അല്ലെങ്കിൽ കോമ്പിനേഷൻ ഒഴിവുകളുണ്ടെങ്കിൽ സ്കൂൾ കോമ്പിനേഷൻ ചേഞ്ചിനുള്ള അവസരം കൂടി ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു അഗെയിൻ.